ഒരു സംഘം വിദഗ്ധരുടെ എന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധയപ്പെടുകയുണ്ടായി. അവര് കുറെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് കേരളം ഇതാ അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയല്ല ഉണ്ടായത്. 2021 തുടർച്ചയായി രണ്ടാമതും അധികാരത്തിലെത്തിയ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ നിന്ന് നേരെ സെക്രട്ടേറിയറ്റിലെത്തി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇത്. അത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ മന്ത്രിസഭാ യോഗം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ് എന്നും 2025 നവംബർ 1 ആവുമ്പോഴേക്കും ലക്ഷ്യം കൈവരിക്കലാണ് ഉദ്ദേശിക്കുന്നത് എന്നും അന്ന് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം 16/7/2021 ഗവൺമെന്റ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു മാർഗരേഖ പുറത്തിറക്കുകയുണ്ടായി. 19 പേജുള്ള ആ മാർഗരേഖ വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലുള്ള ഒരു ചോദ്യം പോലും ചോദിക്കുമായിരുന്നില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ ബേസിക് ഡോക്യുമെന്റ് പോലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ എങ്ങനെയാണ്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഒരു സംശയത്തിനും ഇടയില്ലാതെ വിശദീകരിക്കുന്ന ഈ രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട്, വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്പോഴല്ല, 2021 ജൂലൈ 16 മുതൽ അത് ലഭ്യമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ആരാണ് അതിദരിദ്രർ? ഇതിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതിജീവനത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായ ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ഇതൊന്നുമില്ലാത്ത വിഭാഗങ്ങളാണ് അതിദരിദ്രരായി കണ്ടിട്ടുള്ളത്. അതിതീവ്ര ക്ലേശ ഘടകങ്ങളുള്ളവർ. ക്ലേശ ഘടകങ്ങൾ ഈ ജിയോയിൽ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാമാണ് ക്ലേശ ഘടകങ്ങൾ? 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതിതീവ്ര ക്ലേശ ഘടകങ്ങളും തീവ്ര ക്ലേശ ഘടകങ്ങളും. അതിതീവ്ര ക്ലേശ ഘടകം ഒന്നുള്ളവരെല്ലാം അതിദരിദ്രരായിട്ട് വരും. തീവ്ര ക്ലേശ ഘടകങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, 2 ഉണ്ടെങ്കിൽ അതൊരു അതിതീവ്ര ക്ലേശ ഘടകമായി പരിഗണിച്ചവരും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടില്ലാത്തവരാണ് ഈ അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. സർക്കാർ പ്രധാനമായിട്ടും കണ്ട കാര്യം അതായിരുന്നു. ഇതുവരെ നടപ്പാക്കിയ ഒരു സർക്കാർ പദ്ധതികളുടെയും ക്ഷേമ പദ്ധതികളുടെയും ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്ത, എല്ലാത്തിൻ്റെയും പുറത്തു നിൽക്കുന്ന ഏറ്റവും നിരാശ്രയരായ, നിരാലംബരായ വിഭാഗങ്ങൾ, അതായത് സാധാരണ പറയും നോൺ എക്സിസ്റ്റന്റ് ഗ്രൂപ്പ് എന്ന്, അവരെയാണ് റേഷൻ കാർഡ്, ആധാർ, ഇതൊന്നുമില്ലാത്ത, തിരിച്ചറിയാൻ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ, അവരെയാണ് അതിദരിദ്രരായിട്ട് കണ്ടത്, നിർവചിച്ചത്. അദൃശ്യരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് പറയാം. ജീവിച്ചിരിപ്പുണ്ട്, രേഖയില്ല, ആധാറില്ല, റേഷൻ കാർഡില്ല, തങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഇല്ലാത്ത ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ. അവർക്ക് അതിജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രമേ കഴിയൂ. ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പലരും ഇത്തരം ഗുണഭോക്താക്കളുടെ വീടുകൾ അന്വേഷിച്ച് പോയ ശേഷം ആ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുണ്ടായി. എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്, ഇങ്ങനൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു എന്നത്. അവർ പലരും അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതാണ് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് നിർവചിച്ചത്.